നമോ ഭഗവതേ വാസുദേവായ. ശ്രീമന്നാരായണീയം ദശകം 82 ശ്ലോകം 8, 9, 10. ബാണം നാനായുധോഗ്രം പുനരഭിപതിതം ദർപ്പദോഷാദ്വിതന്വൻ നിർലൂനാശേഷദോഷം സപദി ബുബുധുഷാ ശങ്കരേണോപഗീതഃ. തദ്വാജാശിഷ്ടബാഹുദ്വിതയമുഭയതോ നിർഭയം തത്പ്രിയം തം മുക്ത്വാ തദ്ദത്തമാനോ നിജപുരമഗമഃ സാനിരുദ്ധഃ സഘോഷഃ. മുഹുസ്താവച്ചക്രം വരുണമജയോ നന്ദഹരണേ യമം ബാലാനീതൗ ദവദഹനപാനേ നിലസഖം. വിധിം വത്സസ്തേ യേ ഗിരിശമിഹ ബാണസ്യ സമരേ വിഭോ വിശ്വോത്കർഷീ തദയമവതാരോ ജയതി തേ. ദ്വിജരുഷാകൃകലാസവപുർധരം നൃഗനൃപം ത്രിദിവാലയമാപയൻ നിജജനേ ദ്വിജഭക്തിമനുത്തമാം ഉപദിശൻ പവനേശ്വര പാഹി മാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ബാണം നാനാ ആയുധ ഉഗ്രം പുനഃ അഭിപതിതം ദർപ്പദോഷാത് വിതന്വൻ നിർലൂന അശേഷം ദോഷം സപദി ബുബുധുഷാ ശങ്കരേണ ഉപഗീതഃ. തത് വാചാ ശിഷ്ടബാഹുദ്വിതയം ഉഭയതഃ നിർഭയം തത് പ്രിയം തം മുക്ത്വാ തത് ദത്തമാനഃ നിജപുരം അഗമഃ സാനിരുദ്ധ സഘോഷഃ. മുഹുഃ താവത് ശക്രം വരുണം അജയഃ നന്ദഹരേണ യമം ബാല ആനീതൗ ദവദഹനപാനേ അനിലസഖം. വിധിം വത്സസ്തേയേ ഗിരിശം ഇഹ ബാണസ്യ സമരേ വിഭോ വിശ്വ ഉത്കർഷീ തത് അയം അവതാരഃ ജയതി തേ. ദ്വിജരുഷാ കൃകലാസഃ വപുഃ ധരം നൃഗനൃപം ത്രിദിവ ആലയം ആപയൻ നിജജനേ ദ്വിജഭക്തിം അനുത്തമാം ഉപദിശൻ പവനേശ്വര പാഹി മാം. പദങ്ങൾ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. 8வது ശ്ലോകത്തിൽ என்ன சொல்கிறான்னா, இதுக்கு முன்னாடி அந்த ശിവജ്വരവും വൈഷ്ണവജ്വരവും തമ്മിലുള്ള ഒരു സംഘട്ടനവും ശിവജ്വരം ചൊല്ലണത് ഭഗവത് കഥകൾ ആരെല്ലാം ചൊല്ലറാളോ അവളെയൊന്നും ഞാൻ സ്പർശിക്ക മാട്ടേൻ அப்படின்னு சொல்லி ഒരു അനുഗ്രഹവും കൊടുത്തിട്ട് പോகிறது. തിരുപ്പിയും ദർപ്പദോഷാത് പുനരഭിപതി തം നാനായുധോഗ്രം ബാണം നിർലൂനാശേഷദോഷം വിതന്വൻ സപദി ബുബുധുഷാ ശങ്കരേണ ഉപഗീതഃ. ദർപ്പദോഷാത് അഹങ്കാരം കാരണം പുനഃ തിരുപ്പിയും അഭിപതിതം എതിർക്കർത്തുക്കാ വേണ്ടി നാനായുധോഗ്രം ബാണം അനേക തരത്തിലുള്ള ആയുധങ്ങളെയും എടുത്തുകൊണ്ട് വന്ന அந்த ബാണന് നിർലൂനാശേഷദോഷം 2 തരത്തിൽ ചൊല്ലുക. അവനോട് എല്ലാ കൈകളെയും മുറിച്ച് 2 കൈകൾ മാത്രം ബാക്കി വെച്ചാർ അപ്പടിയെന്നും ചൊല്ലുക. ഇന്നൊരർത്ഥം അവനോട് അഹങ്കാരം
തുടങ്ങിன സ്പർദ്ധ, അസൂയ இந்த மாதிரி உள்ளதெல்லாத்தையும் களைஞ்சு എല്ലാ ദോഷങ്ങളെയും കളഞ്ഞ് വിതന്വൻ അവനെ തിരുപ്പി വിട്ടപ്പോൾ സപതി ബുബുദുഷ ബോധം വന്നതാം. ഉടനെ அந்த ബാണനോടൊപ്പം ഭഗവാൻ ശങ്കരൻ ചൊല്ലി ബാണനും ചേർന്ന് ഭഗവാന് ഉപഗീത സ്തുതിക്കറ. ത്വദ്വാജ ഉഭയത அந்த ഭഗവാൻ ശങ്കരൻ ചൊന്നത്തെ വെച്ചിന്ത് ശിഷ്ടബാഹുദ്വിതയം തത് പ്രിയം തം ശേഷിക്കപ്പെട്ട 4 കൈകൾ. அந்த 4 കൈകളോടുകൂടി ശിവസേവകൻ ആന அந்த ബാണന് മുക്ത നിർഭയം മുക്ത ഭയത്തെ എല്ലാം തീർത്ത് ഇനി ഇത് യുദ്ധമില്ലங்கிற மாதிரி വന്നപ്പോൾ തദ്ദത്തമാനഃ സാനിരുദ്ധഃ സഹ ഉഷ നിജപുരീം അഗമ. ബാണനോടനെ തന്നോട് പുത്രിയാന ഉഷയെ അനിരുദ്ധൻ കൂടെ ചേർത്ത് അവൾക്ക് വേണമെങ്കിൽ മര്യാദകളെല്ലാം പണി അവളെ കൃഷ്ണരെ ബഹുമാനം പണിനാർ, വാകൂടെ ചൊല്ലി അനുപ്പിനാർ அப்படின்னு சொல்கிறான். ഇനി അടുത്ത 9வது ശ്ലോകത്തിൽ എന്നത്തിനാൽ കൃഷ്ണാവതാരം ബാക്കി എല്ലാ അവതാരത്തെയും വിട ശ്രേഷ്ഠമാനത് പരിപൂർണതമ അവതാരം ശ്രീകൃഷ്ണാവതാരം ചൊല്ലുക. അതുക്ക് ഭട്ടതിരി ഒരു ശ്ലോകം അങ്ങ് എഴുതിയിരിക്കാർ. ശക്രം താവത് മുഹുഹു അജയഹ ദേവേന്ദ്രന് മുഹുഹു തിരുപ്പിയും അതിനെ 2 പാട്ടി. ഗോവർദ്ധനോദ്ധാരണ സമയത്തിൽ നമ്മൾ பார்த்தோம், ഇന്ദ്രൻ വന്നങ്ങ നിറയെ മഴ പെയ്യ വെച്ച് കടശീല വന്ന് ഭഗവാനെ നമസ്കാരം പണി സുരഭി വന്ന ഗോവിന്ദാഭിഷേകം പണി அதுக்கு மேலே கங்காஜலத்தை எடுத்து அந்த ஐராவதத்துக்கு மேலே நின்று அந்த கிருஷ்ணருக்கு அபிஷேகம் பண்ணறார் தேவேந்திரன். அங்கே பராஜயமாச்சு. திருப்பியும் பாரிஜாத அபகரணம் பண்ணினப்போ பகவான் யுத்தம் பண்ணி அந்த പരിജാതത്തെ എടുത്തു വരാൻ ഇന്ദ്രനോട് അഹങ്കാരം തീർത്ത നന്ദഹരണേ വരുണം. നന്ദനെ അപഹരിച്ചെന്ന് പോന സമയത്തിൽ വരുണലോകത്തിൽ പോയി വരുണനെ ജയിച്ച് അന്ത നന്ദഗോപര കുട്ടിന്ന് വന്നാൽ ബാലാനീതൗ യമം ഗുരുപുത്രനാന ബാലനെ കുട്ടിന്ന് വർത്തുക വേണ്ടി യമപുരിക്ക് പോയി അത് യമനെയും ജയിച്ചു വന്നാർ. ദവദഹനപാനെ കാട്ടുതീ വന്ന സമയത്തിൽ എന്ത് അഗ്നിയെ പൂരാപാനം ചെയ്ത് അഗ്നിയെ ജയിച്ചാർ. വത്സസ്തേയെ വിധിം വത്സാപഹരണം എന്ന പശുക്കുട്ടികളെല്ലാം ബ്രഹ്മ പിടിച്ചെന്ന് പോന സമയത്തിൽ அந்த ബ്രഹ്മാട്ടേന്ത് അതേമാതിരി ബ്രഹ്മ അങ്ങ് ഏതേത് പശുക്കുട്ടികളെയും ഗോപക്കുട്ടികളെയും കൊണ്ടുപോനാളോ അതേമാതിരി പശുക്കുട്ടികളെയും ഗോപക്കുട്ടികളെയും ഇങ്ങനെ പണിന്ത് 1 വർഷക്കാലം ഇരുന്നാർ. തിരുമ്പി വന്ന ബ്രഹ്മ பார்த்தപ്പോൾ அதிசயிச்சு போய் ഭഗവാനെ നമസ്കാരം பண்ணினார். அப்படி அந்த ബ്രഹ്മാவை ജയിച്ചാർ. വിധിംന ബ്രഹ്മ. ഇഹ ബാണസ്യ സമരേ ഗിരീശം. ഇപ്പോൾ ഗിരീശം ഭഗവാൻ ശങ്കരനെയും അജയ എന്നൊരു ഇത് ചൊല്ലുക, അജയനാക്കും ഭഗവാൻ അപ്പടിന്ന് ചൊല്ലുക. ശങ്കരൻ ചൊല്ലടുത്ത് അങ്ങ് ശൈവം പിരിച്ച് വൈഷ്ണവം പിരിച്ച് அந்த അർത്ഥത്തിൽ എടുക്കപ്പെടാതെ അഹങ്കാരത്തെ ജയിച്ച അപ്പടിന്നും ചൊല്ലുക. ഹേ വിഭോ തത് തേ അയം അവതാരഃ വിശ്വോത്കർഷി ജയതി. ഹേ സർവശക്തനാന ഗുരുവായൂരപ്പ, ഇന്ന് കൃഷ്ണാവതാരം മറ്റെല്ലാ അവതാരത്തെയും ഇവിടെ ശ്രേഷ്ഠമായി വിജയിച്ച് ഇരിക്കപ്പെട്ട അവതാരമാക്കും. എന്താ ഹോമം പണ്ണറ സമയത്തിൽ അങ്ങ് ഇന്ദ്രൻ, വരുണൻ, അഗ്നി, ബ്രഹ്മ, ശിവൻ ഇതെല്ലാം ഉത്കൃഷ്ടமான യജ്ഞഭാഗങ്ങളാക്കും. ഇവാളെല്ലാം ജയിച്ചതിനാൽ
அந்த கிருஷ்ணாவதாரம் மகத்தரம் அப்படின்னாக்கும் சொல்கிறான். അന്യാവതാര നികരേഷ്വ നിരീക്ഷിതം തേ ഭൂമാതിരേകമഭിവീക്ഷ്യ മോക്ഷേ. 52-ാം ദശകത്തിലെയും ഇതേ വാക്ക് ചൊല്ലിയിരിക്കാം. എങ്കിൽ അതൊന്നുകൂടി എടുത്ത് ചൊല്ലാം. ഇനി അടുത്ത ഒരു ശ്ലോകം കൊണ്ട് നൃഗമോക്ഷം എന്നുള്ളൊരു കഥയാക്കും ചൊല്ലറാം. മുന്നാടി നൃഗൻ അപ്പടിന്നൊരു രാജാ இருந்தார். ரொம்ப தானசீலன், நிறைய தானம் கொடுப்பான். ബ്രാഹ്മണെല്ലാം വന്നാൽ അവൾക്ക് 5 പശു 10 പശു അന്നൊക്കെല്ലാം പശുവല്ലോ പ്രധാനം. ഓരോ ആത്തിലെയും ഇന്നത്തെ മാതിരി എത്ര കാറ് ഇരിക്ക്, അതേത് തരം കാറ് BMW ആക്കുമ്പോൾ അപ്പടിയെല്ലാം അല്ല പാക്കപ്പെട്ടത്. അന്നേക്ക് എത്ര പശു ഇരിക്ക്, എത്ര നെൽവയലിരിക്ക്, അതെല്ലാം ആക്കുമ്പോൾ ഒന്നേക്ക് പാപ്പ. അപ്പോൾ അപ്പടി അന്ത രാജാ ഇരിക്കെ ബ്രാഹ്മണാൾക്ക് നിറയെ പശുവെ കൊടുപ്പർ. അപ്പോൾ ദിനം ഓരോ ബ്രാഹ്മണ വരുക അവൾക്ക് എന്താ പശുവെ കൊടുക്കുക. അപ്പം അപ്പടി ഒരു നാളേക്ക് ഒരു ബ്രാഹ്മണനക്ക് പശുവെ കൊടുത്ത് അവർ കൂട്ടിന്ന് പോനാർ. എന്താ പശുവേം കൊണ്ട് അവർ പോയി അവാത്തിലെ കൊണ്ടുപോയി കെട്ടി വെച്ചെന്താർ. അത് കഴിഞ്ഞ് അടുത്ത നാളേക്ക് എന്നോ അത് പുല്ല് മേയർത്തുകോ എതുക്കോ വിട്ട സമയത്തിൽ അന്ത പശു അത് തന്നോട് തൊഴുത്ത പാത്ത് തേടി തിരുപ്പി എടുത്തു. അടുത്ത നാളേക്ക് ഇന്നൊരു ബ്രാഹ്മണനക്ക് രാജ ദാനം കൊടുക്കറത്തെ അന്ത മുതൽ നാളേക്ക് കൊടുത്ത് ദാനം കൊടുത്ത് തിരുമ്പി വന്ന പശുവേയും ചേർത്ത് ദാനം കൊടുത്തു വിട്ട. അപ്പോൾ എന്താ ബ്രാഹ്മണൻ തനക്ക് കടച്ച 2ാമത് നാളേക്ക് തനക്ക് കടച്ച പശുവേം കൊണ്ട് പോയിന്തിരിക്കുന്ന സമയത്തിൽ മുതൽ നാളേക്ക് കടച്ച ബ്രാഹ്മണൻ തന്നോട് 4 പശു തന്നെ ഇരിക്കും, 5ാമത് പശു എങ്കിൽ ഇപ്പടി പാത്തം തിരിക്കത്തേക്കും അവന് കറക്റ്റാக தெரியும் തനക്ക് കടച്ചതല്ലുവാ. അതൊക്കെ എങ്ക പുള്ളിയുണ്ട്, എങ്ക ചുട്ടിയുണ്ട്, എന്ന നിറം എല്ലാം കൃത്യமாக தெரியும். അപ്പോൾ അയാൾ ഇതെന്നോട് പശുവാക്കും അപ്പടിയാണ്. അതെപ്പടി എന്നോട് പശുവാക്കും, ഇപ്പം തന്നെ എനിക്ക് രാജാനൃഗൻ ദാനം തന്നാൽ അപ്പടിന്ന് തന്നപ്പോൾ ഇല്ലില്ലേ, ഇത് നേരത്തേക്കേ എനിക്ക് ദാനം തന്നതാക്കും. അപ്പം അങ്ങ് ചണ്ടയച്ചോ എന്നോട്. ഉടനെ രാജാട്ട പോയിട്ട് മുതൽ ബ്രാഹ്മണൻ ചൊല്ലാൻ ഇന്ത പശു എനിക്ക് നേരത്തേക്ക് ദാനം കടച്ച പശുവാക്കും, അത് ഇവൻ കൊണ്ടുപോകാൻ. അപ്പോൾ 2ാമത്തെ ബ്രാഹ്മണൻ ചൊല്ലാൻ ഇത് എനിക്ക് ഇന്നേക്ക് കടച്ച പശുവാണ്. അപ്പം ഇത് എന്നത്ത് ഇപ്പടി വാർത്തക്ക് എന്നെ കാരണം എന്നെല്ലാം രാജ അന്വേഷിക്കുക. തലയ്ക്ക് നേറ്റിക്ക് കൊടുത്ത പശു അത് കൂട്ടം തെറ്റി എങ്കിയോ മാറിപ്പോയി. അതൊക്കെ സ്ഥിരം വരപ്പെട്ട വഴിയെ പാത്തുനിന്ന് തന്നോട് മുന്നാടി ഇരുന്ന തൊഴുത്തുകേ വന്നിരിക്ക്, അതേക്കുന്നേക്ക് ദാനം വേണ്ടി. അപ്പോൾ രാജാക്ക് ரொம்ப സങ്കടം വെച്ച് இப்போ சொல்கிறேன், நான் ആദ്യത്തെ ആൾട്ടെ சொல்கிறேன், உங்களுக்கு ഒരു പശു தானே போச்சு, பதிலாக 10 പശുவை തറഞ്ഞു சொல்கிறேன். അപ്പോൾ അവരുടെ ഇല്ല എനിക്ക് ഇന്ത പശു தான் വേണം, ദാനം കൊടുത്ത പശു തിരുമ്പിയെടുക്കപ്പെടാതെ. അപ്പോൾ 2ാമത് ബ്രാഹ്മണത്തെ சொல்கிறேன், ശരി നിങ്ങളിത് വിട്ടു കൊടുത്തുടുങ്കോ, ഞാൻ உங்களுக்கு 20 പശുவை തറയും. അവരോട് ഇല്ല എനിക്ക് ദാനം തന്ന പശു. കടശിയിലെ 2 പേരും എന്നെ ഇതാണ്, എങ്ങൾക്ക് ഇന്ത പശുവോ വേണ്ടെന്ന് ചൊല്ലി രാജാട്ടയെ കൊടുത്തിട്ട് പോയിട്ട്. ദാനം കൊടുത്ത സാധനം ഒരു കാലം തിരുമ്പി വാങ്ങിക്കപ്പെടാതെന്ന് നിയമം. അപ്പോൾ ദാനം കൊടുത്ത സാധനം തിരുമ്പി കിടച്ചത്. അപ്പോൾ ഇത്രയെല്ലാം ദാനം ചെയ്തിട്ടും ഇപ്പടി ഒരു പാപം വന്നതാ എന്ന് ചൊന്നാൽ നമ്മൾ എന്ന കാര്യം ചെയ്യർത്തയും മിതമാ ചെയ്യണംങ്കറത് കാട്ടുறது കേൾക്കും എങ്കിൽ എന്തോ ഒരു ദാനശീലത്തെ കാണിക്കറാം. തനക്കിരിക്ക് ചൊല്ലി അന്ത ഇதை കാട്ടിக்கிறதுக்காக വേണ്ടി നിറയെ എല്ലാവർക്കും കൊടുത്ത് അപ്പടി അന്തമാരി ചെയ്യപ്പെടാതെ ഇരുന്നാലും മിതത്വം വേണം അപ്പടിന്ന് കാട്ടറ. അപ്പടി இந்த ബ്രാഹ്മണൻ ദ്വിജരുഷാ കൃകലാസ വപുർധരം. എന്താ ബ്രാഹ്മണനുക്ക് ബ്രാഹ്മണന്മാർ 2 പേരും ശാപം കൊടുത്തതെന്നാൽ മരണാനന്തരം ഒരു ഓന്തായിട്ട് ജനിക്കട്ടും. മാറ്റി കൊടുത്താല 2 പേർക്കും. അതിനാൽ ഒരു ഓന്ത് നിറം മാറിനത് കൊണ്ട് ഓന്തായി ജനിക്കട്ടും ചൊല്ലി ഒരു ശാപം വരുന്നത്. ഇവർ മരണം കഴിഞ്ഞ് യമലോകത്തൊക്കെ പോകാനപ്പോൾ അങ്ങനെ വാശിപ്പാളെ നമ്മോട് കാൾ ഷീറ്റ് എന്നെല്ലാം പുണ്യം ചെയ്തിരിക്കുക, എന്നെല്ലാം പാപം ചെയ്തിരിക്കുക,
കാൾ ഷീറ്റ് വായിച്ചപ്പോൾ നിറയെ പുണ്യങ്ങളോട് ഇതിൽ നിറയെ ടിക്കിരിക്ക്. ശരി, നിറയെ പുണ്യം ഇരിക്ക്. പാപങ്ങളോടത്തിലെ பார்த்தപ്പോൾ ഒരേ ഒരു തെറ്റിരിക്ക്. എന്നാച്ച് ഒരു ബ്രാഹ്മണ ശാപം ഇരിക്ക്. അപ്പം എന്താ രാജാക്ക് ഓപ്ഷൻ കൊടുത്ത, உங்களுக்கு വേണമെന്ന് തന്നെ இந்த പുണ്യങ്ങളെല്ലാം തീരறது വരയ്ക്കും സ്വർഗത്തിൽ ഇരുന്നിട്ട് അതുക്കപ്പുറം പോയി പാപം അനുഭവിക്കണം, പാപത്തുക്കാன ഇത് കഷ്ടത അനുഭവിക്കണം. അല്ലാട്ട அந்த ഒരു പാപം ഇരിക്ക്, அதை മാത്രം முடிச்சிட்டு உங்களுக்கு வந்து இந்த புண்ணியத்தை അനുഭവിக்கலாம். எப்படி വേണം അവർക്ക് ഓപ്ഷൻ കൊടുത്ത. അപ്പോൾ അവരെന്നെ ഞാൻ ആദ്യം പാപത്തുക്കാன அந்த ശിക്ഷയെ അനുഭവിച്ചുക്കറേൻ அப்படின்னு சொன்னார். അത് എന്നത്തിനാലെന്നാ നമുക്ക് തെരിയും നമ്മൾ ഇന്ന തെറ്റ് ചെയ്തത് കൊണ്ട് നമുക്ക് ഇന്ന ശിക്ഷ കടച്ചത് തെരിഞ്ഞാനാ നമുക്കൊരു സമാധാനം ഉണ്ടാവും. ചിലപ്പോൾ പൂർവജന്മകൃത പാപമായിട്ടെല്ലാം വരപ്പെട്ടതിൽ നമുക്ക് എന്നത്തേക്ക് ഇപ്പിടി നമ്മളെ പരീക്ഷണം മണ്ണറാ അപ്പടിന്ന് സങ്കടം തോന്നും. മേലുക്ക് മേൽ കഷ്ടം വെറുതെ നമ്മൾ എന്നെല്ലാമോ തെറ്റ് ചെയ്ത തെറ്റുകൾക്കെല്ലാം പാപങ്ങൾക്ക് നമ്മൾ കഷ്ടത അനുഭവിക്കേണ്ടി വരും. പുണ്യങ്ങൾക്കാന സുഖവും നമ്മൾക്ക് കിടക്കും. അപ്പോൾ എന്നെ തെറ്റ് ചെയ്തേന്ന് தெரியாதേക്ക് നമ്മൾ കിടന്ന് ഉഴലുപോകില്ല. 14 പേരിരിക്കെ ചെന്നാൽ എനിക്ക് ആദ്യമേ അത് പാപത്തോട് ബുദ്ധിമുട്ടാണ്, ശിക്ഷയെ തന്നോടും ചൊല്ലാണ്. അപ്പോൾ ഇവർക്ക് എന്നെ കിടക്കുന്നത് കൃകലാസവബുർധരം നൃഗനൃപം ഓന്തോട് ആകൃതിയിലാണ് അന്ത നൃഗമഹാരാജ ത്രിദിവാലയം ആഭയൻ സ്വർഗത്തിലേന്ത് ചൊല്ലിയന് പറ നിജജനെ അനുത്തമാം. அப்படியே அந்த கிருஷ்ணரோடு ഇതും കിട്ടക്ക കൊട്ടാരത്തും കിട്ടക്ക ഒരു പാഴ്ക്കിണറ് அந்த കിണറുക്കുള്ള இந்த കൃകലാസം അംഗവൈ അംഗവൈ കിടക്കറ്. കൃഷ്ണരോട് നിറയെ കുട്ടികൾ ചൊന്നും 16,108 പത്നിമാർ, ഒവ്വൊരുത്താളിലെയും 10 പുത്രന്മാരുണ്ട് ചൊന്നും. അന്ന് കുട്ടികളെല്ലാം കൂടി ഗ്രൗണ്ടിൽ വിളയാടുന്നിരിക്കണത് ബോൾ ഏതോ വിളയാടുന്നിരിക്കണത് ബോൾ പോയി இந்த കിണത്തുക്കുള്ള വിഴുന്നത്. കിണത്തിൽ എന്തിപ്പായിരിക്കാൻ പോയി பார்த்தപ്പോൾ ഒരു പ്രത്യേക തരം ജീവി, ഒരു ഒന്ന് മാതിരി ഇരിക്ക്. அதுக்கு என்னெல்லாமோ പ്രത്യേകത ഇരിക്ക്. ഇവ ബോൾ എടുക്ക പാത്തിട്ട് വളക്ക് പറ്റാറില്ല. എന്തോ കടന്ന് അന്തപ്പക്കം പോയി എടുക്ക പറ്റാറില്ല. കയറെല്ലാം കൊണ്ടുവന്ന് പാത്ത ഒന്നും പറ്റല്. ഉടനെ ഭഗവാൻ കൃഷ്ണരെ അങ്ങ് പോയി പാക്കറ. എന്നിട്ട് അന്ത ഭഗവാനോട് കരസ്പർശം കടച്ചതും അന്ത ബ്രാഹ്മണൻ അന്ത ഒരു മൃഗനായിട്ട് മാറ ശാപമോക്ഷം കിടച്ചത്. അപ്പോൾ എന്നത്തിനാല് ഇപ്പടി വന്നത് അപ്പടിന്നെല്ലാം കേക്കർത്തെ ബ്രാഹ്മണ ശാപത്തിനാലേ ആക്കും അപ്പടിന്ന് ചൊല്ലി അവർക്ക് തിരുപ്പി അവരോട് പുണ്യങ്ങളോട് ഫലങ്ങളെ അനുഭവിക്കത്തുക വേണ്ടി പോകാൻ. ഇതേസമയം ഭഗവാൻ തന്നോട് പുത്രന്മാരുടെ ചൊല്ലുക ബ്രഹ്മസ്വം ബ്രാഹ്മണാളോട് ഒരു സാധനവും എടുക്കപ്പെടാതെ നിസാരം അവനവനോട് സാധനമേ കൊടുത്തതൊക്കെ ഇപ്പടി ഒരു ശിക്ഷ കടച്ചത്. ബ്രാഹ്മണാളെ പരിഹസിക്കവോ ബ്രാഹ്മണാളോട് സ്വത്തെടുക്കവോ ഒരു കോവിലോട് സ്വത്തെടുക്കവോ ഇതമാതിരിയൊന്നും ഒരിക്കലും ചെയ്യപ്പെടാതെ അപ്പടിന്ന് ഉപദേശം പണ്ണറ. ഇനി ഇതെല്ലാം കേട്ട കുഴന്തകൾക്കാക്കും ഇനി നമുക്ക് കടശീല പാക്കലാം. എന്താ ബ്രാഹ്മണാൾട്ട് പോയി വയത്ത തുണിയെ കെട്ടിന്ത് എന്നെ പുറക്കും അപ്പടിന്ന് കേപ്പ. അപ്പോൾ കുശലം കുലനാശനം മുസലം കുലനാശനം അപ്പടിന്ന് ചൊല്ലും. അപ്പം അതെല്ലാം ഭഗവാൻ മുൻകൂട്ടി കണ്ടാച്ച് നിങ്ങൾ ചെയ്യപ്പെടാതെ ചൊല്ലിയിട്ട് എന്താ ഒരു കഥയോടുകൂടി ഇങ്ങനെ ചൊല്ലിക്കൊടുക്കറ. അപ്പടി കേട്ടും അവ അപ്പടി ചെയ്യേണ്ടി വരുന്നതെല്ലാം അതെന്നത്തുന്നാലാതെ അത് യദുകുലമെല്ലാം നശിച്ചിട്ട് വേണം പോകണം എന്നുള്ള ഭഗവത് ഇച്ഛയേക്ക്. നിജജനെ അനുത്തമാം ദ്വിജഭക്തിം ഉപദിശൻ ഉപദേശം മണ്ണി ബ്രാഹ്മണ ഭക്തിയെക്കുറിച്ചുള്ള ഉപദേശം തന്നോട് കുട്ടികൾക്ക് കൊടുത്ത ഹേ പവനേശ മാം പാഹി ഗുരുവായൂരപ്പ എന്നെ രക്ഷിക്കണമേ അപ്പടിന്ന് പ്രാർത്ഥന പണിക്കണം. ഹരേ കൃഷ്ണ.